വെൽക്കം ടു ബിഗ് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനാന ബ്രെഡ്. അപ്പം ഒരുപാട് പേർക്കുള്ള സംശയമാണ് എങ്ങനെയാണ് ഒരു നല്ല ബനാന ബ്രെഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇത് ബ്രെഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ കേക്ക് തന്നെയാണ്, പക്ഷേ പൊതുവെ എല്ലാവരും പറയുന്നത് ബനാന ബ്രെഡ് എന്നാണ്. അപ്പം നമ്മൾ ബനാന ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഷുഗറൊക്കെ കാരാമലൈസ് ചെയ്ത് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബനാന ബ്രെഡാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ലൊരു ബനാന ബ്രെഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ 2 ടൈപ്പ് ബനാന ബ്രെഡാണ് ചെയ്യുന്നത്. ഒന്ന് ബനാന ബ്രെഡ്, 2 ബനാന വാൾനട്ട്. സെയിം റെസിപ്പി, ബട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വാൾനട്ടും ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ബനാന വാൾനട്ടും അതുപോലെ തന്നെ ബനാന ബ്രെഡും. Here is a recipe. Let's go to the bake shop. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരാമൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഷുഗർ ആദ്യമേ ഇടുക, അതിനുശേഷം വാട്ടർ, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം മിക്സ് ചെയ്യാൻ പാടില്ല. അതിന് പറയുന്നതിന് കാരണം ക്രിസ്റ്റലൈസ് ആവും നമ്മൾ ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ആവശ്യമില്ല, നമുക്കിത് നല്ലൊരു കളറാക്കി എടുത്താൽ മതി. ക്യാരാമലാകുന്ന ആ സമയത്ത് നമുക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മുടെ സോൾട്ട് ഒരുമിച്ചിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത് നമ്മുടെ ഫ്ലവർ നമുക്ക് തിരിച്ച് പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാം. ഇതേ സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ ഇവിടെ കാരാമലായി തുടങ്ങി. ഇച്ചിരി നല്ലോണം കാരാമൽ ആവണം കേട്ടോ. ഇത് ലൈറ്റായിട്ടുള്ള കളറായുള്ളൂ, നമുക്ക് നല്ല കളറാവണം. ഈ ഗ്യാപ്പിൽ നമുക്ക് എഗ്ഗിലോട്ട് പാലൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബനാന എടുത്ത് നല്ലോണം പീച്ചി നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ കൈകൊണ്ട് പീച്ചിയില്ലെങ്കിൽ മിക്സികളിലൊക്കെ മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുണ്ടാക്കിയ കാരാമലിലോട്ട്, അതായത് ഷുഗറും പഞ്ചസാരയും നമ്മൾ ആദ്യമേ ബോയിൽ ചെയ്തില്ലേ, അതിന് ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് പറയുന്ന പേര് കാരാമൽ എന്നാണ് കേട്ടോ. ആ കാരാമലിലോട്ടിട്ട് നമുക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കാരാമൽ ക്ലിയറായിട്ട് കാരാമലായി. നമുക്ക് നമ്മുടെ ബനാന അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. പലർക്കും ഒരു സംശയം കാണും, ബനാന കാരാമലോട്ട് ഇട്ട് കഴിയുമ്പോൾ കട്ട പിടിക്കരുത്. കട്ട പിടിക്കും. ഇത് കുക്ക് ചെയ്ത് നമ്മൾ ഷുഗർ വീണ്ടും മെൽറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. നമുക്ക് കാരാമലിൻ്റെ ആ ഫ്ലേവർ കിട്ടും നമ്മുടെ ബനാന ബ്രെഡിൽ. അതുപോലെ തന്നെ നല്ല കളറും കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്ന വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ കാരാമലും ആ ബനാന മിക്സർ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്ത് ആ കട്ടയായിട്ടുള്ള ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുപ്പിക്കണം. നമ്മുടെ കാരാമൽ ഇപ്പം നല്ലോണം മെൽറ്റായി. ഇപ്പം നിങ്ങൾക്ക് കാണാം ശരിക്കും നല്ല പേസ്റ്റ് പോലായി. ഇതിന് പറയുന്ന പേര് ബനാന പ്യൂരെ എന്നാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്കാണ് കേട്ടോ, അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മളൊരു പാർച്ച്മെൻറ്റ് പേപ്പറോട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. ഇതിനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി എക്സസ് ചെയ്യാൻ നിർത്തുവാണ് ഇങ്ങനെ. ഇതിനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ ആ എക്സസ് നിർത്തി. ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പാൻ കോട്ടിങ്ങോട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങളുടെ ഈ പാൻ കോട്ടിങ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പരിപാടികൾ. സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്ത് വെക്കാം. അതിലോട്ട് നമ്മളുണ്ടാക്കിയ ബനാന പ്യൂരെ ഒഴിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
കാരണം ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളറങ്ങ് മാറി നല്ല ഷൈനിങ് ആവാൻ തുടങ്ങി. നമ്മൾ ക്യാരമലൊക്കെ ഉണ്ടാക്കിയതല്ലേ, നമുക്കതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കാം, ചൂട് കൂടുതലുണ്ടോയെന്ന്. ഇപ്പം ആർക്കെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ ആ മിൽക്ക് ആദ്യം ഇങ്ങോട്ട് ഒഴിക്കുക, അപ്പോൾ തന്നെ ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ആകും നമ്മുടെ മിക്സിൻ്റെ. അപ്പം പിന്നെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനെല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുന്നത് അത് നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അറിയാം കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ. നമുക്ക് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട്. അത് നമുക്ക് ഒരുമിച്ചിടാം കേട്ടോ, ഇതിന് ഒരുമിച്ചിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി പയ്യെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യിച്ച് പയ്യെ ഫോൾഡ് ചെയ്യുക. നമ്മൾ കാണിച്ചു തരുന്ന ആ ഒരേ പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഇതിന് കിട്ടും. കാരണം നമ്മളൊരു 10-12 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. പല റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട റെസിപ്പീസിലൊന്നാണ് ഈ റെസിപ്പി. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ എല്ലായിടത്തും ചെന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓയിൽ നല്ലോണം അങ്ങ് ഫോൾഡ് ചെയ്ത് കയറ്റുക. ഓയിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നത്. അവസാനം നമ്മൾ ആ ഓയിലൂടെ മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൂഡിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ, പ്രത്യേകിച്ച് തൂക്കം എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റ് നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് വാൾനട്ട് നമ്മൾ മുകളിലോട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ബനാന വാൾനട്ടും ബനാന ബ്രെഡും എല്ലാം സെയിം ആണ്, റെസിപ്പീസ് എല്ലാം സെയിം ആണ്. ബനാനയുടെ കൂട്ടത്തിൽ ശരിക്കും വാൾനട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും, അതുകൊണ്ടാണ് എല്ലാവരും വാൾനട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബനാനയുടെ കൂട്ടത്തിൽ. കുറച്ച് മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 180 ഡിഗ്രിയിൽ നമുക്കൊരു 40 മിനിറ്റ് ബനാന ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ബൗളിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. Now ready to serve. Thank you for creating with me in the bake shop. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. See you next time.